പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അഭ്യുദയകാംക്ഷികളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8-ാം വാക്യത്തിലും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിലും പക്ഷപാത രോഗിയെയും തളർവാദ രോഗിയെയും സുഖപ്പെടുത്തുന്ന ഈശോ അവരുടെ അന്തർഗതങ്ങൾ മനസ്സിലാക്കി എന്ന് അരുൾ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. കൗൺസിലിങ്ങിലൂടെ ആശ്വാസം എന്ന ഈ 1-ാം ഭാഗത്ത് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് അയക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ് യഥാർത്ഥത്തിൽ കൗൺസിലിങ്ങിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. സർവോപരി കൗൺസിലിംഗ് ഒരു ഉപദേശം കൊടുക്കലോ ഒരു ഉപദേശം സ്വീകരിക്കലോ അല്ല. ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് എംപത്തറ്റിക് ലിസണിങ് എന്നാണ്. നമ്മുടെ മുന്നിൽ വരുന്ന ആളെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളത് മാത്രമാണ് കൗൺസിലിങ്ങിന്റെ വിജയമായിട്ട് നമ്മൾ ആദ്യമായിട്ട് കണക്കാക്കുക. അദ്ദേഹത്തില് ലഭിക്കുന്ന വളരുന്ന ആത്മവിശ്വാസമാണ് കൗൺസിലിങ്ങിന്റെ വിജയം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം വാക്യം നമ്മൾക്ക് എപ്പോഴും ധ്യാന വിഷയമാണ്. നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് കർത്താവിന്റെ ആത്മാവാണ്. അവിടുത്തെ പ്രീതിക്കൊത്ത വിധം പ്രയത്നിക്കാനും ഇച്ഛിക്കാനും അവിടെ നിന്നാണ് നിങ്ങൾക്ക് ശക്തി നൽകുന്നത്. എംപത്തറ്റിക് ലിസണിങ്ങിലൂടെ നമ്മൾ ഒരു കൗൺസിലിക്ക് ഒരു കംഫർട്ടായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സർവോപരി 830 കോടി അധികം ജനങ്ങളുള്ള ഈ ലോകത്ത് ദൈവം ഓരോ വ്യക്തികളെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ ഉദ്ദേശത്തോടെയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 139:14 പറയുന്നത്, അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു, അങ്ങയുടെ സൃഷ്ടികൾ എത്രയോ അത്ഭുതാവഹമാണ്. ഓരോ വ്യക്തിയെയും നമ്മൾ കാണേണ്ടതും ഇപ്രകാരം തന്നെയാണ്. ഈ ആത്മവിശ്വാസം കൗൺസിലിക്ക് ലഭിക്കുക വഴി കൗൺസിലി എന്ത് മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചാല് ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു ഇൻസൈറ്റാണ്. ഉദാഹരണത്തിന്, നമ്മുടെ അരികത്ത് വരുന്ന ഒരു വ്യക്തി നമ്മളോട് പറയുകയാണ്, എനിക്ക് എപ്പോഴും എൻ്റെ മാതാപിതാക്കളോട് ദേഷ്യം തോന്നാറുണ്ട്. അതേസമയം തന്നെ അദ്ദേഹത്തിന് ഒരു ഇൻസൈറ്റ് ലഭിക്കുകയാണ്, ഞാൻ ദേഷ്യപ്പെടാതിരുന്നെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു കൗൺസിലിങ്ങിലൂടെ ഒരു കൗൺസിലിക്ക് ലഭിക്കുന്ന ഇൻസൈറ്റ്. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2:17 പറയുന്നുണ്ട്, എല്ലാവരെയും ബഹുമാനിക്കുക, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുക എന്ന്. എല്ലാവരോടും നമുക്കുണ്ടാകേണ്ട മനോഭാവവും ഈ സ്നേഹം, സഹോദര സ്നേഹം മാത്രമാണ്. ഇതിലൂടെ അദ്ദേഹത്തിന് താൻ സ്വീകരിക്കപ്പെട്ടവനായിട്ട് തോന്നുകയും അതിലൂടെ വലിയ ആശ്വാസത്തിന്റെ അവസ്ഥയിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത്, കൗൺസിലിംഗ് ഒരിക്കലും ഒരു വ്യക്തിയെ നിർബന്ധപൂർവം അയക്കുന്ന ഒന്നായി തീരാൻ വരരുത് എന്നുള്ളതാണ്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.